ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ബേസിക് സ്റ്റിച്ചുകൾ ചെറിയ ചെറിയ ഡിസൈനിലേക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു ചെറിയൊരു ഡക്കിൻ്റെ ചിത്രം വരച്ചിട്ടുണ്ട്. റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത്. ചെറിയ ചെറിയ റണ്ണിങ് സ്റ്റിച്ചാട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിസൈനൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പം ചെറിയ കുട്ടികളുടെ ഡ്രസ്സിലൊക്കെ ആണ് ഇങ്ങനത്തെ ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള ഡിസൈനൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പം അതൊക്കെ എങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചിട്ടുള്ള സ്റ്റിച്ചാണ്. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മാത്രം പഠിച്ചാൽ പോരാ, ഓരോ ഡിസൈനിലേക്ക് വരുന്ന സമയത്തും അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി നമുക്ക് നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളൊരു ചെറിയ ഡിസൈൻ ഞാൻ ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇതുപോലുള്ള ഒരുപാട് ഡിസൈൻ വെച്ചിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈൻ ഞാൻ വരച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ നോർമലായിട്ട് ചെറിയ റണ്ണിങ് സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. സൈസ് വലിയ റണ്ണിങ് സ്റ്റിച്ച് ആകുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ പിക്ചറിൽ കൂടുതൽ ഭംഗി എനിക്ക് തോന്നുന്നത് ചെറിയ റണ്ണിങ് സ്റ്റിച്ചിനായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഗ്യാപ്പിൽ മാത്രം വിട്ടിട്ട് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണുള്ളതെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെയാണ് നമ്മളത് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എൻ്റെ കണ്ണ് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് റണ്ണിങ് സ്റ്റിച്ചല്ല, നോർമൽ ഒരു ഫ്രഞ്ച് നോട്ട് ഞാൻ ചെയ്തതാട്ടോ. അടുത്തതും അതുപോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു പിക്ചറിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഇത് ഞാൻ ചെറിയ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഈ പിക്ചർ വരച്ചിട്ട് നമ്മളത് ഇങ്ങനെ ഇപ്പോൾ റൗണ്ട് ഷേപ്പുള്ള പിക്ചറൊക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അത് ഫിനിഷ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു പിക്ചർ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ എളുപ്പം എന്നുള്ള രീതിയിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നത് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ടാണ്. ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഡിസൈനൊക്കെ വരച്ചിട്ട് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഡ്രസ്സിൻ്റെ മുകളിലേക്കൊക്കെ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ള ചെറിയ ഡിസൈൻ മാത്രമാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഡ്രസ്സിലേക്കൊക്കെ വരുമ്പോൾ കുറച്ചും കൂടി നല്ല നല്ല മോട്ടീവ്സ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനൊക്കെ ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ഡിസൈനൊക്കെ ചെയ്യാനും നമുക്ക് എളുപ്പത്തിൽ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഞാൻ വരച്ച് കാണിച്ചിട്ടുള്ളത് കേട്ടോ.
കംപ്ലീറ്റ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻസ് വേറൊരു കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ കാലുകളും അതേപോലെ കൊമ്പുമൊക്കെ വേറൊരു കളറ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. സെയിം കളർ യൂസ് ചെയ്തിട്ടാണെങ്കിലും ചെയ്യാം കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് വേറൊരു കളർ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീഡിയോയിൽ അത് കളർ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സെയിം ഡാർക്ക് കളർ തന്നെ ആയതുകൊണ്ട് രണ്ടും ഏകദേശം ഒരുപോലെയാണ് വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, സെയിം കളർ യൂസ് ചെയ്ത് വെച്ച് കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്തെടുക്കുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെയുള്ള ഡിസൈനുകളും കാര്യങ്ങളൊക്കെ വരച്ചെടുത്തിട്ട് ചെയ്ത് നോക്കുക. ഇനി വരയ്ക്കാൻ അറിയാത്ത ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. പിൻട്രസ്റ്റിലൊക്കെ ഒരുപാട് പിക്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഒരുപാട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഫോണിൽ നോക്കിയിട്ട് വരയ്ക്കാനോ അല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് വരയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല സിമ്പിളായിട്ട് വരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ ക്ലോത്തിലേക്ക് ഡയറക്റ്റ് ഫോണിൽ നിന്ന് വരച്ചെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ വരച്ചെടുത്തിട്ട് ഇതുപോലെ ഫിനിഷ് ചെയ്താൽ മതി. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഏതായാലും നമ്മുടെ ഇന്നത്തെ 2 ഡിസൈനും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.